നമ്മൾ ന്യൂസ് പേപ്പർ നോക്കിയാൽ അല്ലെങ്കിൽ ന്യൂസ് ചെക്ക് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ഗോൾഡിൻ്റെ റേറ്റ് അല്ലേ. ഗോൾഡിൻ്റെ റേറ്റ് ദിവസങ്ങൾ കഴിയുന്തോറും ഇങ്ങനെ കൂടി 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 വരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പാരൻസിനാണെങ്കിലും ഭയങ്കര ടെൻഷൻ കൊടുക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഗോൾഡ് റേറ്റ് ഇങ്ങനെ കൂടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓ കഴിഞ്ഞ മാസം ഇത്രയായിരുന്നല്ലോ റേറ്റ്, കഴിഞ്ഞ മാസം കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ലാഭം ഉണ്ടാവും അല്ലേ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് ഗോൾഡിനൊരു 54,000 ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവമേ അന്ന് കുറച്ച് ഗോൾഡ് കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ അല്ലേ ഇപ്പോഴെന്തായിരുന്നു, എത്ര ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതിന് ഇപ്പം നമ്മൾ ചിന്തിക്കും, ഓ 74 അല്ലെങ്കിൽ 73 ഇത്രയൊക്കൊന്നും ഞാൻ ഗോൾഡ് വാങ്ങിക്കില്ല. പക്ഷെ ഇനി കുറേ കഴിഞ്ഞ് ഗോൾഡിൻ്റെ റേറ്റ് ഇനിയും കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ അന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അന്ന് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ വരില്ലായിരുന്നു അല്ല, ഇപ്പോൾ വിറ്റതാണെങ്കിൽ കുറച്ചുകൂടി പൈസ കിട്ടുമായിരുന്നല്ലോ എന്ന് നമ്മളെപ്പോഴും ഈ ഒരു ഗോൾഡിൻ്റെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ എപ്പോഴും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഗോൾഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചിന്തിക്കും അന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അന്ന് അത് വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടായിരുന്നോ? ഇല്ല അല്ലേ. അപ്പോൾ പൈസ നമുക്കില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല റിഗ്രറ്റ് ചെയ്യുക. നമ്മൾ എക്സാമിൻ്റെ സമയമാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ അന്നേ പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്ര ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്തതുപോലെ ആയിക്കഴിഞ്ഞാൽ, ദൈവമേ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിതിപ്പോൾ നല്ല പോലെ എഴുതാൻ പറ്റുമായിരുന്നല്ലോ. എല്ലാവർക്കും ക്ലാസ്സിൽ നല്ല മാർക്സ് ഉണ്ട്, നമുക്ക് മാത്രം മാർക്സ് കിട്ടുന്നില്ല. അയ്യോ ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവരെ പോലെ നല്ല മാർക്സ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നല്ലോ. ഈ ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാറില്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാറുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. എങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാറില്ല. പക്ഷേ ഇനിയും നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികം കൂടാൻ വേണ്ടി പോവാണ്. കാരണം നിങ്ങളെല്ലാവരും ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന +2ലേക്കാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പബ്ലിക് എക്സാം ഉള്ളത്. ഓക്കെ, അവരൊക്കെ അതിൽ തന്നെ 2 രീതിയിൽ ആൻസർ പറയുന്നവരുണ്ടാവും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് എഴുതാൻ പറ്റി, ഭയങ്കര ഈസി ആയിരുന്നില്ല പക്ഷെ എഴുതാൻ പറ്റി എന്ന് പറയുന്നവരുണ്ടാകും. ചില ആൾക്കാർ പറയും ഭയങ്കരമായിട്ട് എന്തായിരുന്നു, ടഫായിരുന്നു, ഒന്നും തന്നെ എഴുതാൻ പറ്റില്ല. മെജോറിറ്റി ആൾക്കാരും ഇതിൽ പറയുന്നത് ഈ ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി പേപ്പേഴ്സ്, ബയോളജിയിലാണെങ്കിൽ ബോട്ടണി പേപ്പറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് 2 ആൻസേഴ്സ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് സ്റ്റാർട്ടിങ് മുതൽ തന്നെ വളരെ സ്ട്രക്ചേർഡായിട്ട് കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു പോയവരായിരിക്കും. അവർക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടാകും. +2 ആണ്, ലാബ് ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് അതിൻ്റെ ഇടയിൽ വരും, മോഡൽ എക്സാം, പബ്ലിക് എക്സാം, സമയം കിട്ടില്ല. അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ, അതായത് അവരുടെ ക്ലാസ്സുകൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള മക്കൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാരും +1 പോലെയൊക്കെ തന്നെയല്ലേ, +1 ഞങ്ങൾ പഠിച്ചെടുത്തില്ലേ, പിന്നെയാണോ ഈ +2 എന്ന് ചിന്തിച്ച് എടുത്തിട്ടുണ്ടാകും. ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണം. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് +2 കുട്ടികളുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ +2 ക്ലാസ്സുകൾ നമ്മൾ May 5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മുടെ ബാച്ചിലെ എല്ലാ ക്ലാസ്സുകളും എന്താണ്, ലൈവ് ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു May 5 ശേഷമാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സായ ലൈവ് പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കിട്ടുമായിരിക്കും, പക്ഷേ ആ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് തന്നെ ഒട്ടും ബോറടിക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുക. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാച്ചിൻ്റെ ഇപ്പോൾ ഉള്ളത് ഓഫർ ഫീ ആണ്, അതായത് 4,999. ഓക്കെ, നോർമൽ ഫീ എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആയിരിക്കും ഈ ഒരു ഓഫർ പ്രൈസ് ഉണ്ടാവുക. അതായത് നമ്മുടെ ബാച്ചിൽ May 5 ശേഷം, May 5 നമ്മുടെ ഉയരെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. May 5 ശേഷം നമ്മുടെ നോർമൽ ഫീയിലേക്ക് പോകും. അതായത് ഈ ഒരു ഓഫർ ഫീ ഉണ്ടാവുന്നതായിരിക്കില്ല. അപ്പം
നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചാൽ മാത്രമേ ഈ കോൺഫിഡൻസ് കിട്ടുള്ളൂ. നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, അങ്ങനെ +2 വളരെ സ്മൂത്തായിട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, ലൈവ് ക്ലാസ്സും ഇൻ്ററാക്റ്റീവ് സെഷൻസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മെയ് 5 മുൻപായിട്ട് അഡ്മിഷൻ എടുക്കുക. 2 കാര്യങ്ങളാണ്. മെയ് 5 ശേഷമാകുമ്പോൾ നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാകും. പിന്നെ നമ്മൾ നോർമൽ ഫീയിലേക്ക് വരും. ഈ ഒരു ഓഫർ ഫീ ഉണ്ടാവില്ല. ഇത് നമ്മുടെ എല്ലാ ബാച്ചസിനും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ നീറ്റ് ബാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ ഫീ ഉണ്ടാവുന്നതായിരിക്കില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നമ്മുടെ വീര ബാച്ചിനാണെങ്കിലും ഒക്കെ ഇത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആകാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴും റിഗ്രറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾക്ക് അതിൽ നിന്ന് മുന്നോട്ട് വന്ന് ആ ഒരു റിഗ്രറ്റ് നമ്മുടെ ലൈഫിൽ ഇല്ലാതാക്കാനും നമുക്ക് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ +2 ജേർണിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ വീഡിയോ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.